എല്ലാവർക്കും ഹായ്. ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരുപാട് നാളുകളായി ഷോർട്സ് ഇടുന്നുണ്ടായിരുന്നു, പക്ഷേ ലോങ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഒത്തിരി ദിവസമായിരുന്നു കേട്ടോ. എന്തോ ലോങ് വീഡിയോസ് എടുക്കാതിരിക്കുമ്പോൾ പിന്നെ ഒരു മടിയാണ് എടുക്കാൻ, അതാണ്. അപ്പോൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും, മിസ് ചെയ്യാതെ വീഡിയോ കാണാനും പറ്റും കേട്ടോ. അപ്പോൾ ഒരു 1.5 മാസമായി കാണും ഞാനൊരു സാംസങ് A36ന്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിചാരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ റെസ്പോൺസ് എനിക്ക് ആ വീഡിയോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കമൻസിലൂടെയും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിട്ടും ഒക്കെ ഇപ്പോൾ ഫോണിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോണിൽ ഞാൻ പറഞ്ഞത് ഒരു ബ്ലാക്ക് സ്പോട്ട് എൻ്റെ കയ്യിൽ വീണിട്ടുണ്ട് എന്നാണ്. കുറച്ച് പേർക്കൊക്കെ അങ്ങനെ വീണിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞ്, പിന്നെ ഞാൻ മെയിൻലി പറഞ്ഞ കുറച്ച് ഇഷ്യൂസ് അവർക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ മെസ്സേജ് അയക്കുകയുണ്ടായിട്ടോ. അപ്പോൾ കറണ്ട് എന്താണ് എൻ്റെ ഫോണിൻ്റെ സിറ്റുവേഷൻ എന്ന ഒരു വീഡിയോ കൂടി ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഏകദേശം 1 ഇയർ ആകാറാവുന്നു ഫോൺ എടുത്തിട്ട്. ഒരു 7 months ഒക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ യൂസ് ചെയ്തതിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഫോൺ ആദ്യം കിട്ടിയ ഒരു മാസം മറ്റോ ആയപ്പോഴാണ് ആ ഒരു ബ്ലാക്ക് സ്പോട്ട് വീണത്. അത് ഞാൻ പറയുകയുണ്ടായിരുന്നു ആ വീഡിയോയിൽ തന്നെ. അത് പോയി. ഞാൻ ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് തിരിച്ചു വന്നിട്ടില്ല. പിന്നെ എനിക്ക് ഇത്രയും ദിവസം യൂസ് ചെയ്തതിൽ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ, ഒരുപാട് പേര് പറയുന്നതാണ് ചാർജിൻ്റെ ഇഷ്യൂ. അതെനിക്കും തോന്നി. ചാർജ് തീരെ നിൽക്കുന്നില്ല എന്നുള്ളത് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നിയതാണ് ഓവർ ഹീറ്റായിട്ട് എനിക്ക് തോന്നി. നന്നായിട്ട് ചൂടാവുന്നുണ്ട്. അതിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ മാത്രമല്ല, ഞാൻ ചുമ്മാ റീൽസൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായാലും നന്നായിട്ട് ഹീറ്റ് ആവുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു. അതുപോലെ ചാർജും പോകുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം തന്നെ ഞാൻ വീഡിയോ എടുക്കാതിരുന്ന അത്രയ്ക്ക് ഓക്കെ, എന്നാലും ചാർജ് പോകുന്നുണ്ട്. പക്ഷേ വീഡിയോയും കൂടെ എടുക്കുന്ന സമയത്ത് ഒരു മൂന്ന് തവണ കൂടുതലൊക്കെ 3 തവണ മാക്സിമം ചാർജ് ഇടേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും കേട്ടോ. അല്ലാതെയും ചാർജ് കൂടുതലായിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ ഭയങ്കര സ്ലോ ആണ് ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത്, ഭയങ്കര സ്ലോ ആണ്. അതും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്യാമറ ഒക്കെ ഓക്കെയാണ്. എനിക്ക് വലിയ വിഷയങ്ങളൊന്നും ക്യാമറയിലൊന്നും തോന്നിയിട്ടില്ല. ബാക്കിയൊക്കെ ഓക്കെയാണ്. ചാർജ് തീരെ നിൽക്കുന്നില്ല. പിന്നെ ഫോൺ നല്ല ചൂടാവുന്നുണ്ട്. പിന്നെ ഭയങ്കര സ്ലോ ആണ്. നമ്മൾ ഒരു ആപ്പ് എടുത്ത് ബാക്ക് എടുത്ത് അങ്ങനെ പോകുമ്പോൾ നല്ല സ്ലോ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. നോർമലി ഞാൻ ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുമ്പോൾ DM ഒരുപാട് വരാറുണ്ട്. അപ്പോൾ റിപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഇത് നല്ല സ്ലോ ആണ്. അല്ലെങ്കിൽ തന്നെ നമ്മളൊരു ആപ്പ് എടുത്ത് ബാക്ക് ഇറങ്ങി പിന്നെ പോകുമ്പോൾ നല്ല സ്ലോ ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ ഈ പറഞ്ഞ മെയിൻ റീസൺസ് ഒക്കെ തന്നെ കുറച്ച് പേര് എന്നോട് മെസ്സേജിൽ അയക്കുകയുണ്ടായിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ പാർട്ട് 2 ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് പേർക്ക് ഇതുപോലത്തെ ഇഷ്യൂസ് ഉണ്ടെന്ന്. ബ്ലാക്ക് സ്പോട്ട് തന്നെ ഒരു 1-2 പേര് എൻ്റെ അടുത്ത് പറയുകയുണ്ടായിട്ടോ, ബ്ലാക്ക് സ്പോട്ട് വീണിട്ടുണ്ടെന്ന് അവരുടെ ഫോണിലും. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് പോകാൻ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫോൺ അപ്ഡേറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 പ്രാവശ്യം ഞാൻ അപ്ഡേറ്റ് ചെയ്യുകയുണ്ടായി ഫോണ്. ഭാഗ്യത്തിന് ഇതുവരെയും എനിക്ക് ലൈൻസ് ഒന്നും ഫോണിൽ വീണിട്ടില്ല. ഇപ്പോൾ ഓക്കെയാണ്. ഈ ഒരു 2-3 പ്രശ്നങ്ങൾ ഒഴിച്ചാൽ എനിക്ക് ഈ ഒരു ഫോൺ ഓക്കെയാണ് എന്നാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ സാംസങ്ങിൻ്റെ സീരീസിൽ ഏതെങ്കിലുമൊക്കെ സീരീസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് നിങ്ങൾ ഈ ഒരു കമൻസിൽ അറിയിച്ചാൽ നന്നായിരിക്കും. അപ്പം നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ഈ സെയിം ഫോൺ A36 യൂസ് ചെയ്യുന്നവരും ഇതെങ്ങനെയുണ്ട്, നിങ്ങളുടെ ഇത്രയും നാളത്തെ യൂസിൽ എങ്ങനെയുണ്ട് എന്ന് കമൻസിൽ അറിയിച്ചാൽ ബാക്കിയുള്ളവർക്കും കൂടി അത് കാണാനും അറിയാനും ഒക്കെ പറ്റുമല്ലോ. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു ആ വീഡിയോ ഇട്ടപ്പോൾ തന്നെ നിങ്ങൾക്കത് ഒരുപാട് യൂസായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക്
പ്രോപ്പറായിട്ടൊരു ഫോണിൻ്റെ റിവ്യൂ ഒന്നും പറയാൻ അറിയില്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്കെന്താണ് എന്നതാണ് ഞാൻ ആ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതിന് നിങ്ങൾ ഒരുപാട് നല്ലത് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ എന്നും ഇതുപോലത്തെ ലോങ് വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിക്കും, പക്ഷെ മടി, എന്തോ ഒരു ചെറിയ മടി കാരണം അങ്ങനെ സാധിക്കാറില്ല. ഷോർട്ട് വീഡിയോസ് ഇട്ടങ്ങ് പോവും, അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു നല്ലൊരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ഇന്നോട്ട് തുടങ്ങാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലോങ് വീഡിയോസ് മാക്സിമം എടുത്തിട്ട് ഇടാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ പ്രതീക്ഷ മാത്രമാണ്. ഓരോ ലോങ് വീഡിയോസ് എടുക്കുമ്പോഴും ഞാൻ ഇതുപോലെ വന്ന് പറയാറുണ്ട് നിങ്ങളോട്. അപ്പോൾ ഇനി മാക്സിമം ലോങ് വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇനി നെക്സ്റ്റ് ഏതെങ്കിലും വീഡിയോ റിവ്യൂ പറയണം എന്നുണ്ടെങ്കിൽ, എനിക്കങ്ങനെ വലുതായിട്ട് പറയാനൊന്നും അറിയില്ല, എന്നാലും ഞാൻ സെർച്ച് ചെയ്ത് ബാക്കിയുള്ളവരുടെ ഒപ്പീനിയൻസൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ തിരക്കിയതിന് ശേഷം ഒരു റിവ്യൂ ഞാൻ പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ അതും നിങ്ങൾ കമൻസിൽ അറിയിക്കുക. വേറെ ഏതെങ്കിലുമൊക്കെ ഫോണിൻ്റെ റിവ്യൂസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, എനിക്ക് യൂസ് ചെയ്തതിൽ ഇത്രയാണ് എനിക്കറിയാവുന്നത്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.